ഹലോ, എല്ലാവർക്കും എസ്.സി.ആർ.ടി സമഗ്രയിലേക്ക് സ്വാഗതം. ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. 21ൽ എ ആണ്. ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ ഉം, രൂപത്തിലുള്ള ജുഡീഷ്യൽ വിധിയാണ്. ഏത് റിട്ടാണ്? മാൻഡമസ്. മാൻഡമസ് എന്നത് ഏതെങ്കിലും ഒരു പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ജുഡീഷ്യൽ വിധിയാണ് ട്ടോ. ഏതെങ്കിലും പൊതു അധികാരികൾക്ക് കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ജുഡീഷ്യൽ വിധിയാണ് മാൻഡമസ്. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? ആൻസർ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന അതിന് ഏതിനൊക്കെ വിധേയമായിട്ടുള്ളതാണ്? പൊതുക്രമത്തിനും ധാർമ്മികതയ്ക്കും ആരോഗ്യത്തിനും വിധേയമായിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഫസ്റ്റ് ഓപ്ഷൻ, ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുൻപുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുൻപുള്ള നടപടിയെ കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. എന്തൊക്കെയാണ്? ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുൻപുള്ള നടപടിയെ കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യമാണ് അമേരിക്ക. മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടിട്ടുള്ള ഏത് രാജ്യത്തു നിന്നാണ്? അത് അമേരിക്കയിൽ നിന്നാണ്. ഭരണഘടന ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയോ അടിമത്തമോ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ആൻസർ ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണെന്ന്? മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ പറയാം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ആൻസർ എന്താണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മൗലിക അവകാശമല്ല. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഉൾപ്പെടുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഇത് 3ഉം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നതാണ്. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മൗലിക അവകാശമല്ല, അതൊരു നിയമാവകാശമാണ്. ഓക്കെ, ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 24 ആണ് ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24 ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. മൗലിക അവകാശങ്ങൾ ഏതാന്ന് നോക്കാം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം മൗലിക അവകാശമാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ആണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, തേർഡ് ഓപ്ഷൻ ആണ് സൗജന്യ നിയമസഹായം. ലഹരി വസ്തുക്കളുടെ നിരോധനം. ഇതും രണ്ടും മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നതല്ല. അപ്പൊ ഏതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് മൗലിക അവകാശങ്ങളിൽ? സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇത് രണ്ടും മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏതാണ്? കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏതാണെന്ന്. ഫസ്റ്റ് ഓപ്ഷൻ തുല്യ ജോലിക്ക് തുല്യ വേതനം. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല. സെക്കൻഡ് ഓപ്ഷൻ ആണ് ജീവനോപാധികൾ ലഭിക്കാനുള്ള അവകാശം. ജീവനോപാധികൾ ലഭിക്കാനുള്ള അവകാശം കറക്റ്റ് അല്ല. സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം. സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇതും കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശമല്ല. നാലാമത്തെ ഓപ്ഷൻ ആണ് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. ഇത് കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശമാണ്. സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. ഫസ്റ്റ് 3 ഓപ്ഷൻ തെറ്റാണ്. നാലാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവരിൽ ഏത് അവകാശത്തെയാണ്?
ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെയാണ്. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം, അതായത് ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയിൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിതമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 21A. ഏത് അനുച്ഛേദത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? ആർട്ടിക്കിൾ 21A ഇന്ത്യൻ ഭരണഘടനയിലെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിതമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാണ്? അത് ആർട്ടിക്കിൾ 21 വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ പറയാം. ഫസ്റ്റ് ഓപ്ഷൻ, ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ, ഇന്ത്യക്ക് ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യക്ക് ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ളത് ലാസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യക്ക് ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ പറയാം. ഹേബിയസ് കോർപ്പസ്, പ്രൊഹിബിഷൻ, മാൻഡമസ്, കോവറാൻഡോ. ഏതാ ആൻസർ? മാൻഡമസ്. മാൻഡമസ് എന്നതാണ് കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാ? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാണ്? ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. വകുപ്പ് 24 ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ടുള്ളത്. വകുപ്പ് 24. ഇനി സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് ഏതാ? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പാണ് 300A. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 300A ആണ്. അവസര സമത്വവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളോ? അവസര സമത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളാണ് വകുപ്പ് 16. വകുപ്പ് 16 അവസര സമത്വം പ്രതിപാദിച്ചിട്ടുള്ള വകുപ്പ് 16 വിദ്യാഭ്യാസ മൗലികാവകാശമുള്ള പ്രതിപാദിച്ചിട്ടുള്ള വകുപ്പ് ഏതാ? വിദ്യാഭ്യാസ മൗലികാവകാശമുള്ള പ്രതിപാദിച്ചിട്ടുള്ള വകുപ്പാണ് വകുപ്പ് 21A. ഈ വകുപ്പ് 21A വിദ്യാഭ്യാസ മൗലികാവകാശമെല്ലാം പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏത് റിട്ടാണ്? ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് ആണ് ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട്. ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് ഏതാ? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. മാൻഡമസ് എന്നത് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. എന്ത് അധികാരത്തിൽ എന്നർത്ഥം വരുന്നത് ഏത് റിട്ടാണ്? എന്ത് അധികാരത്തിൽ എന്നർത്ഥം വരുന്ന റിട്ടാണ് കോവറാൻഡോ. കോവറാൻഡോ ആണ് എന്ത് അധികാരത്തിൽ എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? അത് കോവറാൻഡോ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ മൗലിക അവകാശമല്ലാത്തത് ഏതാണെന്ന്? മൗലിക അവകാശമല്ലാത്തത് ഓപ്ഷൻ പറയാം. സമത്വാവകാശം, സ്വാതന്ത്ര്യാവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ, സ്വത്തവകാശം. ഇതിലേതാണ് മൗലികാവകാശം അല്ലാത്തത്? സ്വത്തവകാശമാണ് മൗലികാവകാശമല്ലാത്തത്. സമത്വാവകാശം, സ്വാതന്ത്ര്യാവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങളൊക്കെ മൗലികാവകാശമാണ്. സ്വത്തവകാശം മൗലികാവകാശമല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏത് ഉത്തരവാ? ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഓപ്ഷൻ പറയാം. ഹേബിയസ് കോർപ്പസ്, കോവറാൻഡോ, സെർഷ്യോററി. ഇത് 3 ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന റിട്ടുകളാണ്. ഹേബിയസ് കോർപ്പസ്, കോവറാൻഡോ, സെർഷ്യോററി. ഇത് 3 ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നതിന് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാ? അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിളാണ്
ആർട്ടിക്കിൾ 358 ഏതാണ്? ആർട്ടിക്കിൾ 358 പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358 ആണ്.